ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. എന്തെന്നാ പറയേണ്ടത്? ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജസ്ന സലീമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ട് സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ് ഈ ജസ്ന സലീം. തട്ടമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കളായ ഉസ്താദുമാരെയും ഇസ്ലാമിനെയും എല്ലാം നിരന്തരം തെറി പറയുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് ജസ്ന സലീമും അതുപോലെ തന്നെ അവരുടെ അരുണേട്ടനും. ഏതായാലും ഇപ്പോൾ ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്നും മരണത്തോട് മല്ലിടുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ജസ്ന സലീം തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് ജസ്ന കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മരണത്തോട് മല്ലിടുകയാണ് എന്ന് തന്നെയാണ് അവർ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുമെന്നും അരുണേട്ടൻ എന്ന് പറയുന്ന അരുൺ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണമെന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ മരിച്ചിട്ട് മയ്യത്ത് നിസ്കാരം എപ്പോഴാണ് എന്ന് ചില ആൾക്കാർ വിളിച്ച് ചോദിച്ചു എന്ന് പോലും ജസ്ന സലീം ഈ വീഡിയോൻ്റെ അവസാനം വരെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാര്യമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പടച്ചിറപ്പിൻ്റെ പരീക്ഷണമാണ് എന്ന് പറയുന്നവരും കുറവല്ല. എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു സങ്കടകരമായ ഒരു വീഡിയോ പങ്കുവെച്ചതിന് ശേഷം എല്ലാ ജനങ്ങളും ഒരാൾ പോലും പടച്ചോനെ അല്ലെങ്കിൽ ദൈവമേ അത്തരത്തിൽപ്പെട്ട ഒരു അപകടം പറ്റിയോ എന്ന് ചോദിക്കുന്നില്ല. എല്ലാവരും ഇതിനെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിക്കുകയാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എന്താണ് ഇപ്പോൾ സംഭവിച്ചത് നമുക്ക് അരുണേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഈ കിടക്കുന്നത് ആരാന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. അല്ലേ, പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ജസ്ന സലീമിനെ അറിയാത്തവരായി ആരും തന്നെയില്ല. ഉഡായിപ്പിൻ്റെ അങ്ങേ അറ്റമാണ്. കാരണം ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പറ്റിച്ച് വീഡിയോ ഒക്കെ ഇട്ട് നമ്മളെല്ലാവരും അത് മറന്നിട്ടില്ല. അതുകൊണ്ട് ജസ്ന സലീമിനെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബാക്കി പറ അരുണേട്ട. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയായാലും കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെ ഉള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യം. അപ്പോൾ അരുണേട്ടൻ പറയുന്നത് ഇഞ്ചക്ഷൻ മാറി കുത്തിക്കൊണ്ട് നേഴ്സ് മറ്റെന്തോ മരുന്ന് കുത്തിക്കയറ്റിയത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ജസ്ന സലീം എത്തിപ്പെട്ടത്. ചിലപ്പോൾ കാലുവരെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുപോലെ തന്നെ മരണത്തോട് മല്ലിടുകയാണ് എന്നാണ് അരുണേട്ടൻ ഈ വീഡിയോയിൽ ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. അത്തരത്തിൽപ്പെട്ട ഒരു സംഭവമുണ്ടായി. അത് കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയ സമയത്തുണ്ടായ അനുഭവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജസ്ന സലീമിന് വലിയ ഒരു തലവേദന, മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ആ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയത്. ആ സമയത്ത് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എഴുതുന്നു. ആ ഇഞ്ചക്ഷൻ കയ്യിൽ കുത്തിവെക്കാൻ നോക്കിയ സമയത്ത് ഞരമ്പ് കാണുന്നില്ല, തിരഞ്ഞു നോക്കിയിട്ട്. ആ സമയത്ത് നേഴ്സ് കാലിൽ തിരഞ്ഞപ്പോൾ വൈൻ കിട്ടി. ആ ഞരമ്പിലേക്ക് കുത്തിവെക്കുന്നതിന് മുമ്പേ ഒരു ടെസ്റ്റ് ഡോസ് നടത്തും. അത് നടത്തിയിട്ട് മാത്രമേ ഉള്ളൂ. മരുന്ന് കുത്തിവെക്കുന്നതിന് മുമ്പ് തന്നെ ജസ്നയുടെ കാല് തടിച്ചു തുടങ്ങി. ആ കാല് മന്ത് വന്ന് നീര് വന്ന കാലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അത്രയ്ക്കും ഇങ്ങനെ വീർത്ത് വളരെ വിരൂപമായ കോലത്തിലേക്ക് മാറി എന്നാണ് അരുണേട്ടൻ പറയുന്നത്. യാതൊരു കാരണവശാലും ഈ ഒരു സമയത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പോലീസുകാർ പോലും ഇവരുടെ കൂടെ നിന്നില്ല എന്ന് കൂടി അരുണേട്ടൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിന്നില്ല? ഇവരുടെ കയ്യിലൊരു
ഇരിപ്പ്, ഇവരുടെ സ്വഭാവം, ഇവരുടെ പെരുമാറ്റം ഒന്നും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മാത്രമായിരിക്കണം, അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് ഒരു രോഗിയുമായിട്ട് ചെന്നാലോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആൾക്കാർ ചെന്നാലോ ഒരു പോലീസുകാരും ഗേറ്റ് ഔട്ട് അടിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇദ്ദേഹം പറയുന്നത് എത്രമാത്രം ശരിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇനി നമുക്ക് ജസ്ന സലീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ കാലുമെല്ലാം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, അതായത് കൊയിലാണ്ടി ടോളിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം തന്നെ കാലിലെ കോലതലങ്ങൾ നോക്കും, ഒരു തരം മന്ദ പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നേഴ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതെന്തെങ്കിലും ബൈ ചാൻസ് ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇനി ചെയ്യുക? അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ട എന്ന് തന്നെ വെക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണ്ടല്ലോ. അരുണേട്ടൻ പറയുന്നത് കാലിൻ്റെ അവസ്ഥയെല്ലാം നമ്മെ കാണിക്കുന്നത് സഹതാപത്തിനോ മറ്റോ ഒന്നുമല്ല. ഇനി ആരും തീർച്ചയായിട്ടും കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഇനി പോകേണ്ട. അത്തരം സ്ഥാപനം നമുക്ക് വേണ്ട, അത് അടിച്ചു പൂട്ടണം എന്നാണ് പറയുന്നത്. ഒരു അരുണേട്ടനൊന്നും വിചാരിച്ചാൽ അടിച്ചു പൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല അത് എന്ന് ഞാൻ വിനീതമായിട്ട് പറയുകയാണ്. പിന്നെ സ്ഥാപനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കുകയും വേണം. ഇതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വികാരഭരിതമായ രീതിയിലുള്ള കമൻറ്റുകളാണ് ജസ്നയുടെ വീഡിയോൻ്റെ താഴെ വന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ വിളിച്ചു വരെ ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണ്. പിന്നെ പറയുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ മാല എടുത്ത് പുറത്തിടാൻ തീർച്ചയായിട്ടും ജസ്ന സലീം മറന്നില്ല എന്നൊക്കെ ആൾക്കാർ തമാശ രൂപേണ പറയുന്നതും നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം കാണാം. തീർച്ചയായിട്ടും ജസ്ന സലീം ഇതിനെതിരെ കുറച്ച് പ്രതികരണവുമായിട്ട് കുറച്ച് തലപൊന്തിയ സമയത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായിപ്പോയി കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ല, ഇതെന്തേ റെക്കോർഡ് ചെയ്യാനൊന്നും. എൻ്റെ അടുത്ത് ഫോണില്ല, അതിനൊരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോൺ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഒരു ഫോണായി എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു പോയി. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചു ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. ഏതായാലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. തോറ്റു ചെന്നാലാണ് സ്വീകരണം കൂടുതലായിട്ട് കിട്ടുക എന്നാണ് നമ്മുടെ ജസ്ന സലീം പറയുന്നത്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എന്ന് ചോദിച്ചു അത് പറഞ്ഞിട്ടാണ് ജസ്ന സലീം ഇപ്പോൾ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് പറയുന്നത്. പക്ഷേ ഇത് സത്യമാണോ അല്ലേ എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ജസ്ന സലീം എന്ന് പറയുന്ന ആൾ 24 മണിക്കൂറും കോൾ റെക്കോർഡും വീഡിയോ റെക്കോർഡും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആൾ കോൾ ചെയ്തിട്ട് ജസ്ന സലീമിനോട് എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എന്ന് ചോദിച്ചിട്ട് അത് മാത്രം ആ പാവം റെക്കോർഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് മാത്രം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ഉടായ്പ് എത്രമാത്രം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ചോദ്യമാരങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും
ശരിയല്ല, തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവർ എത്രമാത്രം വൃത്തികേട് കാണിച്ചാലും നമ്മൾ അതിനോട് അത്രമാത്രം തിരിച്ച് ഒരു കാരണവശാലും വൃത്തികേട് കാണിക്കരുത്. അവർ വൃത്തികേട് കാണിക്കുന്നിടത്തോളം കാണിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം മതി. പിന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബറായ ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി ഈ കൊയിലാണ്ടി ഹോസ്പിറ്റലിൻ്റെ മാനേജറുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നതോടുകൂടി ഈ ഒരു നാടകം ഇവിടെ തീരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഏതാണ് ഉഡായിപ്പ്, ഇതും ഉഡായിപ്പാണോ എന്ന് നമുക്ക് ചിന്ത വരും. ഇതുപോലെ 1.5 മാസം മുന്നേ ആ ഹോസ്പിറ്റലിൽ നടന്നൊരു സംഭവമാണ്. ജസ്ന സലീമിൻ്റെ കാല് വീങ്ങിയതോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പ്രശ്നവും അവിടെ അന്ന് ഉണ്ടായിട്ടില്ല. അവർ കൊടുത്ത പരാതിയുമേ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സമീപനം തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് വളരെ വ്യക്തമായിട്ട് മാനേജർ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വോയിസ് കേൾക്കാം. സാർ, ഞാൻ വിളിച്ചത് ആ ഒരു ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ ഇല്ലേ, അതിൽ വാസ്തവം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മാഡം, ഇത് ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാർച്ച് 31-നാണ്. മാർച്ച് 31 രാത്രിയാണ്. ഇവർക്ക് മൈഗ്രെയിൻ ആണ്, എപ്പോഴും മൈഗ്രെയിൻ ആണ്. ഫെനർഗാനും ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. 2 മെഡിസിൻ എടുത്താലാണ് ഇവർക്ക് എന്ത് ചെയ്യും, പെയിൻ ഇഞ്ചക്ഷൻ ആണ് കൂടെയുള്ളൂ. ഓക്കെ, ട്രമഡോൾ. അങ്ങനെ ഇവർക്ക് കയ്യിലൊന്നും വെയിൻ കിട്ടില്ല. ഓക്കെ, ഇവർക്ക് എവിടെ കുത്തിയാലും ബൾജാവും. ഓക്കെ, എവിടെ ഇഞ്ചക്ട് ചെയ്താലും ബൾജാവും. ഓക്കെ, അങ്ങനെ കയ്യിലൊന്നും വെയിന് കിട്ടാണ്ട് ഇവര് സാധാരണ കാലിൽ ചെയ്യും. അപ്പൊ കാലിൽ ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ഇത് എന്തായാലും ഇഞ്ചക്ഷൻ പോകുന്നില്ല. ഇഞ്ചക്ഷൻ പോകണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇഞ്ചക്ഷൻ മെഡിസിൻ അല്ലല്ലോ കുത്തുക, നോർമൽ വെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് നോക്കും. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ ജസ്റ്റ് അത് പമ്പ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ആ സമയത്ത് അത് ബൾജായി വന്നു. ഇവര് പറയുന്നത് വേറെ മെഡിസിൻ ആണ്. ഞങ്ങളുടെ നേഴ്സ് പറഞ്ഞു നോർമൽ സലൈൻ ആണ്, വേറൊന്നുമല്ല, അത് നോർമൽ ബൾജ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇവര് പറയുന്നത് വേറെ മെഡിസിൻ കുത്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. പിറ്റേ ദിവസം ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവരുടെ ഈ അരുൺ നടന്ന വീഡിയോയുടെ നവം വന്നിട്ട് ചീത്ത ഭയങ്കര തെറ്റായ രീതിയിൽ നേഴ്സിനോട് സംസാരിച്ചു. ഞങ്ങൾ അതിൽ പരാതി കൊടുത്തു. അപ്പൊ അവര് കംപ്ലൈന്റ് ഇത് കൊണ്ടാ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറിയിച്ച സംഗതി നേഴ്സ് പറഞ്ഞു, ഇന്നതാണ് സാർ ഞാൻ ചെയ്തത്. വെയിൻ ഒന്ന് ബ്ലോക്ക് ആകുന്ന സമയത്ത് ബൾജാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് നോക്കും. അങ്ങനെ പുഷ് ചെയ്ത് നോക്കി പ്രോസസ്സേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. CIക്ക് അത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോ CI കാര്യം പറഞ്ഞു. അപ്പൊ അവർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് എന്തൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് പ്രശ്നം തീരെയില്ലെന്ന് ചോദിച്ചിട്ട് ഓക്കെ എന്നാൽ ലാബ് ടെസ്റ്റ് കൂടി ഞങ്ങൾ ചെയ്തുതരാം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു വിഷമം ഒരാൾക്ക് എന്തിന്റെ പേരിലായാലും വിഷമം വന്നല്ലോ എന്ന് വെച്ചിട്ട് ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ്, 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർക്ക് വേണ്ട ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. വേറെ മെഡിസിനും വേറെ കാര്യം വരുന്നുണ്ട്, ഇൻഫെക്ഷൻ ആവും, കാര്യങ്ങളാവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് 1.5 മാസം മുന്നേ കറക്റ്റ് പറഞ്ഞ ഏപ്രിൽ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. ഇപ്പൊ മെയ് 16 ഇന്നലെയാണ് ഒരു വീഡിയോ. ഇന്നലെ വീഡിയോ ഇടാത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നലെയോ അല്ല, ഞങ്ങളെ ക്ലിനിക്കിൽ ഇപ്പൊ ബന്ധപ്പെട്ട് 1.5 മാസമായി. അതിന്റെ 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അവരിപ്പോ പോസ്റ്റ് ചെയ്ത്. എഡിറ്റഡ് വീഡിയോ ആണ്, ശ്രദ്ധിച്ചിട്ടോ? അല്ല, എഡിറ്റഡ് വീഡിയോ ആണ്. മുമ്പ് എടുത്ത ഒരു അസുഖം ഇങ്ങനെ ഈ മൈഗ്രെയിൻ വന്ന അവളുടെ ആക്ടിങ്, അവളുടെ കളി ഇങ്ങനെ തന്നെയാണ്. ഈ ഫെനർഗാനും ട്രമഡോൾ ഇഞ്ചക്ഷൻ അടിച്ചാലും അവളിങ്ങനെ എന്താ പറയാ, മൊത്തം ഒരു ഹാഫ് നോർമൽ എന്ന രീതിയിലേക്കാണ് അവള് ഇഞ്ചക്ഷൻ അടിച്ചാൽ പോകും. ആ സാധനമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തോട്. പിന്നെ കാല് ചെറുങ്ങനെ വീങ്ങിയിട്ടൊന്നും ആരും മരണത്തോട് മല്ലടിച്ചിട്ടില്ല. പാലങ്ങാണം മുറിച്ചുള്ളേണ്ടി വരും സാറേ. എന്താ വേണം ചെയ്യാ ഇങ്ങനെയൊക്കെ. അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്നത് ഇന്നലെ പറഞ്ഞത്, ഇന്ന് പറയുന്ന കാലം മുറിച്ചു കളയേണ്ടി വരുമെന്ന്. അപ്പോ ഇതിൽ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചക്ക മുറിക്കുന്ന വീഡിയോ, കാർ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇന്നലെ വന്നു. ഇന്നലെ വന്ന കാണിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ വളരെ മുമ്പ് എടുത്തതാണ്. ഓക്കെ, മനസ്സിലായി. ഇത്രയാണ് അതേ ബന്ധപ്പെട്ട് കാര്യം പറയല. ഇന്നലെ ഒന്നും നടന്ന സംഭവമല്ല, ഒരുപാട് കോൾസ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ത്യ ഒന്നടങ്ങ് നിശ്ചലമായി മൊത്തം ഹർത്താലായി എന്താവും എന്തായാലും അനുഭവിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാണ്. അഡ്വക്കേറ്റ് ഫോർവേഡ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ അധിക്ഷേപിക്കുന്നതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ ഇറങ്ങി ഞങ്ങളിത് അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ടേ. ഇത് ഞായറാഴ്ചയല്ലേ, നാളെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ, കൊറോണ സമയത്ത് ആരൊക്കെയോ മരിച്ചിട്ടുണ്ട് പോലെ അവിടെ നിന്ന്. ഓക്കെ, മനസ്സിലായോ? പിന്നെ മറ്റവൻ പറയുന്നത് ഒരുപാട് എന്തൊക്കെയോ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പോലെ.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ എന്തായാലും ലീഗൽ ആക്ഷൻ എന്തായാലും പോകും. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് കേട്ട സമയത്ത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ നാടകവും ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് ജസ്ന സലീമിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടി. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞ് പറ്റിച്ച് ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന 2 കൂട്ടരാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് ചിലപ്പോൾ ഒരു ഉഡായിപ്പായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീഡിയോൻ്റെ താഴെ വന്ന 100 കമൻറ്റ് അല്ല 1000 കമൻറ്റ് വന്നാലും അതിൽ 99 ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പരിഹസിച്ചും കൊണ്ടുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അതിനുള്ള കാരണം. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഉണ്ടായാൽ അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആക്കി ഇട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ താഴെ ഒരാൾ പോയിട്ടും ചിരിക്കുകയോ കമൻ്റ് അടിക്കുകയോ അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന് ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോൻ്റെ യാഥാർത്ഥ്യം. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഈ ഒരു സഹോദരിയുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നേഴ്സ് ചിലപ്പോൾ ഇവരുടെ വീഡിയോ കാണുന്ന സ്ഥിരം സബ്സ്ക്രൈബറോ മറ്റോ ആയിരിക്കുമെന്നാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്യാൻ വേണ്ടി സാധ്യതയില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളായി എഴുതി അറിയിക്കുക. മറ്റു വീഡിയോ ആയിരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.